ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗീതയും ദാസിനൊക്കെ യാത്ര പറഞ്ഞു പോകാണ്. എന്നിട്ട് ഗീത അമ്മനോട് പറയുന്നുണ്ട്, അമ്മേ ഞാനേ ഞങ്ങൾ പോവുകയാണ് ഇപ്പം തൽക്കാലം, പക്ഷെ തിരിച്ചു വരും, നാട്ടുകാരെ പഞ്ചായത്ത് മെമ്പറെ എല്ലാവരെയും കൂട്ടിയിട്ട് തിരിച്ചു വരും. അപ്പോൾ സുജാത ചോദിക്കുന്നത്, നാട്ടുകാരെയും പഞ്ചായത്ത് മെമ്പറെയൊക്കെ കൂട്ടിയിട്ട് എന്തിനാ തിരിച്ചു വരുന്നത് എന്ന് ചോദിക്കുകയാണേ. അല്ല, ഈ സ്വത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണ്ടേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ സുജാത ദേഷ്യത്തോട് കൂടിയിട്ട് ചാടി എന്നിട്ട് ചോദിക്കുകയാണ്, ഇവിടുത്തെ സ്വത്തിന്റെ കാര്യത്തിൽ സമാധാനം ഉണ്ടാക്കാൻ നിന്നോട് ആരാടി പറഞ്ഞത് എന്ന് ചോദിക്കുകയാണേ. ഈ സ്വത്തുക്കളിൽ നിനക്ക് എന്താ അവകാശം? നിനക്ക് തരാനുള്ളതൊക്കെ ന്യായമായിട്ട് തന്നിട്ട് തന്നെയാണ് വിട്ടിട്ടുള്ളത്. കണക്ക് പറഞ്ഞാലേ തിരിച്ച് നീ ഇങ്ങോട്ടേക്ക് തരേണ്ടി വരുള്ളൂ, അല്ലാതെ അങ്ങോട്ടൊന്നും തരാനുണ്ടാവില്ല എന്നൊക്കെ പറയാനേ. അന്നേരം ഗീതയ്ക്ക് ദേഷ്യം വരാണ് കേട്ടോ. ഇനി ഇതല്ല വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എനിക്ക് വിനീതിനെ വിളിക്കേണ്ടി വരും, മനസ്സിലായല്ലോ എന്ന് ചോദിക്കാണ് കേട്ടോ. അന്നേരം ദാസൻ ചോദിക്കാണ്, ഡി അമ്മയല്ലാതെ വേറെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കാണ് കേട്ടോ. അപ്പോൾ ഇല്ല, ആരും ഇല്ല എന്ന് പറയാം കേട്ടോ. അപ്പോൾ ദാസൻ ചോദിക്കാണ്, അല്ല ഇത് ഭീഷണിയാണോ എന്ന് ചോദിക്കുകയാണേ സുജാതനോട്. അപ്പോൾ സുജാത പറയാണ്, ആ അതെ ഭീഷണി തന്നെയാണ് എന്ന് പറയും. എന്നാ വാടി നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് ദാസൻ വിളിച്ചു പോകാണ് കേട്ടോ ഗീതനെയും കൊണ്ട്. അന്നേരം കൊച്ചു വന്നിട്ട് അമ്മമ്മയെന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുകയാണ്. അപ്പം ഗീത ഓടി വന്നിട്ട് പിടിച്ച് വലിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങോട്ട് വാടി എന്ന് പറയാം കേട്ടോ. എടി നീ കൊച്ചിനെ എന്തിനെ കരയിപ്പിക്കുന്നതെന്ന് ചോദിക്കുകയാണേ. അന്നേരം ഗീത പറയുന്നുണ്ട്, കൊച്ചിനെ ഞാൻ കരയിപ്പിക്കും, ഭക്ഷണം കൊടുക്കാതിരിക്കും, പട്ടിണിക്ക് ഇടും, അതൊക്കെ എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ മോളല്ലേ, അപ്പം എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും എന്ന് പറഞ്ഞിട്ട് പിടിച്ച് വലിച്ചങ്ങോട്ട് കൊച്ചിനെയും കൊണ്ട് പോകുകയാണ്. അപ്പോൾ കൊച്ചി ചെറുതായിട്ട് കരയുന്നൊക്കെ ഉണ്ട്. ഈ സമയത്ത് ഇതൊക്കെ കണ്ടുകൊണ്ട് ഗംഗ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഗംഗ വന്നിട്ട് ചോദിക്കും കേട്ടോ, അമ്മായിക്ക് വിഷമായോ അവർ പോയതെന്ന് ചോദിക്കുകയാണേ. അപ്പോൾ സുജാത പറയാണ്, ഏത് അമ്മമാർക്കും മക്കളോട് ഒരിത്തിരി സ്നേഹം കൂടുതലുണ്ടാവും, പ്രത്യേകിച്ച് പെൺമക്കളോട്. അതുകൊണ്ട് പെൺമക്കൾ ഇറങ്ങി പോകുമ്പോൾ എല്ലാവർക്കും വിഷമാണ്. പിന്നെ അവളിങ്ങനെയൊക്കെ ആവാൻ കാരണം ഞാനും കൂടി തന്നെയാണ്. അവൾ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാനതൊക്കെ സാധിച്ചു കൊടുത്ത് ഞാനിങ്ങനെ ആക്കിയെടുത്താണ്. നീ ഒരു കാര്യം ചെയ്യ്, വിനീതിനെ പോയിട്ട് വിളിച്ചിട്ട് പോയോ ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാണ്. അങ്ങനെ അവർ 3 പേരും കൂടിയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സുജാത പറയാണ്, ഗംഗേ അവന് മോര് ഒഴിച്ചു കൊടുക്കുക എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മോര് ഇങ്ങനെ എടുത്തിട്ട് കൈ പിടിച്ചിട്ട് ചോദിക്കുകയാണ്, മോര് ഒഴിക്കണോ വിനീതേട്ടാ, പിരിയോ എന്ന് ചോദിക്കുകയാണ്. അയ്യോ സത്യമായിട്ട് ഞാൻ കഴിച്ചില്ല, ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് അങ്ങനെ കളയാണ് ചെയ്തത്, അല്ലാതെ ഞാൻ കുടിച്ചില്ല, കുടിച്ചതുപോലെ അഭിനയിച്ചതാണെന്ന് പറയും. അപ്പം ഗംഗ പറഞ്ഞു, നന്നായി കുടിച്ചതുപോലെ അഭിനയിച്ചിട്ട് തന്നെ എന്തായിരുന്നു, ഇനിയിപ്പോൾ കുടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പറയാ വേണോ, ഒരു സെക്കൻഡെങ്കിലും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അയാളെ ജീവൻ പോയെന്നെ എന്ന് പറയാം. അപ്പോൾ വിനീത് പറ, അത് പിന്നെ അമ്മനെ സ്വത്ത് കൊടുത്തില്ലെങ്കിൽ അമ്മനെ കൊല്ലും എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണേ. അപ്പോൾ ഗംഗ പറയാണ്, അല്ല ഞാൻ വിചാരിച്ചു കുടിച്ചിട്ടുണ്ടാവുന്നു, അങ്ങനെ കുടിച്ച് ശീലമുണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ സുജാത പറയും, എടാ നീ കടയിൽ കുടിച്ച് കുപ്പി തല വെച്ച് ഡാൻസ് കളിച്ചെന്നൊക്കെ പറഞ്ഞല്ലോ എന്ന് പറയും കേട്ടോ. അപ്പോൾ ഗംഗ പറയും, കണ്ടോ വീട്ടിലിരുന്ന അമ്മായി വരെ ഇതൊക്കെ അറിഞ്ഞു എന്ന് പറയും. അതമ്മേ ഒരബദ്ധം പറ്റിപ്പോയതാണ്, നിവിനെ എടുത്തു വെച്ചതാ, പക്ഷെ ഞാൻ കുപ്പി മാറി കുടിച്ചു പോയാണെന്ന് പറയും കേട്ടോ. അപ്പോൾ ഗംഗ പറയും, അമ്മായി അത് മാത്രമല്ല അറിഞ്ഞുള്ളൂ, വേറെ പലതും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നടന്ന സംഭവങ്ങളൊക്കെ പറയാണ് കേട്ടോ. കട്ടൻ ചായ കൊണ്ടുകൊടുത്തതും രാധമ്മനോട് ഉമ്മ ചോദിച്ചതും അങ്ങനെ ആയിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ കഥ പറയാനായിട്ട്. എടാ ഇതൊക്കെ ചെയ്തല്ലേ നീ, അയ്യോ അമ്മേ പറ്റിപ്പോയതാണ് അമ്മേ, കല്യാണത്തിൻ്റെ ചിലവ് കൊടുത്തതാ, അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയാണെന്ന് പറയട്ടോ. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കലേ വാ വീട്ടിൽ പോകണ്ടേന്ന് ചോദിക്കുമ്പോൾ സുജാത പറയും, വീട്ടിലേക്കോ എവിടേക്ക് എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ പറയും, അല്ല വീട്ടിലേക്ക് പോകണ്ടേ, ഇതല്ലേ നിങ്ങളുടെ വീട് എന്ന് ചോദിക്കും കേട്ടോ. അമ്മേ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയറിക്കെടുക്കാനുള്ള, എപ്പോൾ ചെന്നാലും കയറിക്കെടുക്കാനുള്ള ഒരിടാണ്, പക്ഷേ ഇതാ എനിക്ക് അങ്ങനെ അല്ലാതായി മാറിപ്പോയില്ല അമ്മേ. അമ്മ എന്നെ പെരുവഴിയിലേക്ക് ഇറക്കി വിട്ടപ്പോഴും എങ്ങനെ ശപിച്ചപ്പോഴും എന്നെ ആരുമല്ലാന്ന് പറഞ്ഞ് എന്നെ അടിച്ച് പുറത്താക്കിയപ്പോഴും എന്നെ മുറിയിലിട്ട് അടയ്ക്കാൻ ശ്രമിച്ചതും അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ഈ വീട് എനിക്ക് വീടല്ലാതായി മാറി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ. എന്നെ ഏതൊരവസ്ഥയിലും കയറി ചെല്ലാവുന്ന ഒരു വീടാണ് ഗംഗയുടെ വീട്, അതുകൊണ്ട് എനിക്ക് അവരോട് നന്ദികേട് കാണിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണേ. അന്നേരം സുജാത സങ്കടത്തോടു കൂടി പോകും കേട്ടോ. ഗംഗ പറയുക, അമ്മയ്ക്ക് വിഷമായി തോന്നുന്നുണ്ട്, പക്ഷേ വിനീത അതൊന്നും മൈൻഡ് ചെയ്യാതെ ഫുഡ് കഴിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് കാവേരിനാണ്. കാവേരി ഇങ്ങനെ മറ്റേ മേഘനാഥൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ, ഈ മറ്റേ ഭൂമിയുടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ഭൂമി പൂജ നടക്കുന്നിടത്തേക്ക് ഞാനും വരുന്നുണ്ടെന്ന് നിവിനോടൊക്കെ പറഞ്ഞല്ലോ. അതൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് നിളമോള് ഓടി വന്നിട്ട് കാവേരിയുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. കാവേരിയുടെ അടുത്ത് പെട്ടെന്ന് ഇരിക്കുമ്പോൾ കാവേരി വഴക്ക് പറയണേ, എന്താടി അസുഖത്തെ നീ കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ രാധമ്മ ചോദിക്കും, നീ എന്തിനാണ് അവളെ വഴക്ക് പറയുന്നത്, അവൾ കൊച്ചല്ലേ എന്ന് പറയും. അപ്പോൾ ഞാൻ ഈ ഒരു സംശയം ചോദിക്കാൻ വന്നതാണ്. നീ സംശയം ചോദിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ, യമുന ഇവിടെ ഇല്ലേന്ന് ചോദിക്കും. അപ്പോഴേക്കും യമുന വന്നിട്ട് പറയും, എനിക്ക് കുറച്ച് പഠിക്കാനുണ്ട് അതുകൊണ്ടാണ്.
അപ്പോൾ എനിക്കും കുറച്ച് കാര്യങ്ങൾ ആലോചിക്കാനുണ്ട്, ചെയ്യാനും ഉണ്ട് കുറേ കാര്യങ്ങൾ. അപ്പോൾ പിന്നെ ദേഷ്യപ്പെടാണ് കേട്ടോ കാവേരി. അപ്പോൾ രാധ പറഞ്ഞു, നീ എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്ന് പറയും. ഒന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാനും സമ്മതിക്കൂലേ എന്ന് കാവേരി ചോദിക്കാനുണ്ട്. അപ്പോൾ കാവേരി എല്ലാവരും ദേഷ്യപ്പെടുന്ന കാണുമ്പോൾ ശാരദ വന്നിട്ട് ചോദിക്കുകയാണ്, ഇതേ അടുക്കളയിൽ പോലും ഇരിക്കാൻ പറ്റുന്നില്ല, എന്താ കാര്യം എന്ന് ചോദിക്കുകയാണേ. അപ്പോൾ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ യമുന പറയും, കാവേരി ചേച്ചി എവിടെയോ പോയിട്ട് വന്നപ്പോൾ തുടങ്ങിയിട്ടുള്ള ദേഷ്യമാണിത്, എല്ലാവരോടും ദേഷ്യം തന്നെയാണ് എന്ന് പറയട്ടോ. അപ്പോൾ ശാരദ ചോദിക്കുന്നുണ്ട്, എന്താ കാര്യം എന്ന് വെച്ചാൽ തുറന്ന് പറയുമെന്ന് പറയട്ടോ. ആണോ, എന്നാ പറഞ്ഞേക്കാം. അമ്മയുടെ ഒരു ഏട്ടൻ ഉണ്ടായിരുന്നല്ലോ, എന്തിനും ഏത് നേരത്തും എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ഏട്ടൻ എന്ന് പറയട്ടോ. അപ്പോൾ രാധൻ പറയും, ജയബാലനോ എന്ന് ചോദിക്കും. അച്ഛന്മാരെ ഉണ്ണിക്കണ്ണനും കൂടി തന്നെയാണ് എന്ന് പറയട്ടോ. അപ്പോൾ യമുന പറയും, ജയബാലനങ്ങളുടെ കാവേരി ചേച്ചി കണ്ടിട്ടുണ്ടാവും എവിടെയെങ്കിലും വെച്ചിട്ട്, അതാണ് ഈ ദേഷ്യത്തിൻ്റെ കാരണം എന്ന് പറയും. ഞാൻ ആ മുഖമൊന്നും കാണാൻ പോകുന്നില്ല, എനിക്ക് ആ മുഖം കാണേ വേണ്ട, പക്ഷേ വേറെ ചില കാര്യങ്ങൾ അറിഞ്ഞു, എന്തായാലും ഇങ്ങനെ വിട്ടാൽ ശരിയാവൂല എന്നൊക്കെ പറയട്ടെ. നീ എന്താ കാര്യങ്ങൾ എന്ന് വെച്ചാൽ തുറന്ന് പറയുന്നു പറയൂട്ടോ. അപ്പൊ രാധൻ പറയുന്നുണ്ട്, അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ദൈവം ചോദിച്ചോളൂ എന്ന് പറയും. അപ്പൊ കാവേരി പറഞ്ഞിട്ട്, ദൈവം ഒന്നും ചോദിക്കാൻ പോകുന്നില്ല, അരവിന്ദനോട് ആണ് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചോദിക്കുന്നത് ഈ കാവേരി തന്നെയായിരിക്കും. അമ്മയ്ക്ക് ഞാൻ തെളിവ് സഹിതം അത് കാണിച്ചു തരാമെന്ന് ശാരദനോട് പറയുന്നുണ്ടേ. പിന്നെ കാണിക്കുന്നത് വിനീതും ഗംഗയും കൂടി പോകുന്നത് സുജാത ഇങ്ങനെ സങ്കടത്തോടുകൂടി നോക്കിക്കാണേ. അന്നേരം വിനീതിനെ വിളിച്ചിട്ട് പിടിച്ച് നിർത്താനിട്ട് ഗംഗ എന്നിട്ട് പറയും, വിനീതേട്ടാ അമ്മ നോക്കി നിൽക്കുന്നുണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ അമ്മേൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയും, എന്താ അമ്മ എൻ്റെ അമ്മക്കുട്ടിക്ക് എന്താ ചോദിക്കുകയാണ്. രണ്ടുപേരും കൂടെ ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് സുജാത കരയാണ്, മോളെ എനിക്ക് അന്നൊക്കെ അബദ്ധങ്ങൾ പറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മാപ്പ് പറയുന്നത് പോലെ പറയാണ് കേട്ടോ. നിന്നെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് എന്ന് പറയും. അപ്പം അമ്മായിക്ക് എന്താ വിഷമം, അമ്മായിക്ക് ഞങ്ങൾ ഇവിടെ നിൽക്കാത്തതാണോ വിഷമം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇനി മുതൽ ഇവിടെ നിൽക്കാം എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ സുജാത പറയും, വേണ്ട മോളെ, വിനീത് പറഞ്ഞത് സത്യം തന്നെയാണ്, ആ വീടിനിപ്പോൾ ഇവന് ആവശ്യമാണ്, അവൻ നന്ദികേട് കാണിച്ചുകൂടാ, ഒരു സമയത്ത് അഭയം കൊടുത്തതല്ലേ, അപ്പോൾ ആ നന്ദികേട് കാണിക്കാൻ പാടില്ല. എന്തായാലും മോള് പറഞ്ഞല്ലോ ഇവിടെ നിൽക്കാന്ന്, എൻ്റെ മോൾ അങ്ങനെയെങ്കിലും പറഞ്ഞല്ലോ, ഞാൻ നിന്നോട് എന്തൊക്കെ ദ്രോഹം ചെയ്തിട്ടുണ്ട്, ഈ താലി വലിച്ചു പൊട്ടിക്കാൻ വരെ ഞാൻ ശ്രമിച്ചില്ലേ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഗംഗ പറയുന്നുണ്ട്, അമ്മായി അതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട അമ്മായി എനിക്ക് എന്തൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്, നല്ല ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അമ്മായി ചെയ്തു തന്നിട്ടില്ലേ. ഞാൻ ചെറുതായിരിക്കുമ്പോൾ വീഴുമ്പോൾ പൊട്ടിയെടുത്ത് മരുന്ന് വെച്ച് തരാനും, എനിക്ക് വയ്യാതാവുമ്പോൾ എൻ്റെ എടുത്ത് ഉറക്കൊളച്ചിരിക്കാനും എന്നെ എടുത്തുകൊണ്ട് കിടക്കാനും അങ്ങനെയൊക്കെ ഒരുപാട് അമ്മായി ചെയ്തിട്ടില്ലേ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ വിനീത് സുജാതയോട് പറയണം, അമ്മയുടെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയുടെ വായിലെ നാക്ക് തന്നെയാണ്, അതാണ് അമ്മയുടെ പ്രശ്നം. അമ്മ ഒരു പാവാണ്, പക്ഷെ അമ്മയുടെ നാക്കിൽ നിന്ന് വരുന്ന വാക്കുകളാണ് പ്രശ്നം. ഈ നാട് മുഴുവനും അരവിന്ദനമ്മാവനെ നോക്കി കരയുന്ന അമ്മ പറഞ്ഞില്ലേ, അതിനുശേഷം അരവിന്ദനമ്മാവൻ മരിച്ചു, പക്ഷെ അമ്മാവൻ മരിക്കണമെന്ന് അമ്മ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ലല്ലോ. ഇല്ലേ മോനെ, ആ കാലിൽ ഒരു മുള്ളു കൊള്ളണമെന്ന് പോലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എന്ന് പറയും കേട്ടോ. അതെ, അങ്ങനെ അമ്മ ഒരിക്കലും ആഗ്രഹിക്കില്ല എന്ന് എനിക്കറിയാം, പക്ഷെ അമ്മയുടെ നാക്കാണ് അമ്മയുടെ പ്രശ്നം എന്ന് പറയണം. അമ്മ എന്തായാലും വിഷമിക്കൊന്നും വേണ്ട എന്ന് പറയാം. അപ്പോൾ സുജാത ഇങ്ങനെ സങ്കടത്തോടുകൂടി പൊട്ടിക്കറിയണ്ടേ, അന്ന് ഞാൻ അരവിന്ദനെ ശപിച്ചത് അന്ന് മനസ്സിലൊന്നും വിചാരിച്ചിട്ടല്ല മോനെ, അങ്ങനെ പറ്റിപ്പോയി. ഗംഗനെ ശപിച്ചതിന് ഞാൻ ഇനി എല്ലാ കാലവും എല്ലാ ദിവസവും അവൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഗംഗയ്ക്കും വിനീതിനൊക്കെ സങ്കടമാവണം. അപ്പോൾ ഗംഗ അമ്മായിനെ പിടിച്ചിട്ട് പറയുകയാണേ, അമ്മായി അങ്ങനെ എല്ലാ ദിവസവും ഒന്നും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കൊന്നും വേണ്ട, പകരം അമ്മായി ഒരു കാര്യം ചെയ്താൽ മതി, എന്നെ ശപിച്ചിട്ടുള്ള ആ ഒരു വായ കൊണ്ട് അത് എനിക്കൊരു ഉമ്മൻ തന്നാൽ മതി എന്ന് പറയും കേട്ടോ. കവളിലൊരു ഉമ്മൻ തന്നാൽ മതി, അതോടുകൂടി ആ പ്രശ്നങ്ങളൊക്കെ മാറും എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ സുജാതയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. അങ്ങനെ സുജാത വേഗം തന്നെ എങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് കവളിൽ ഒരു ഉമ്മ കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ വിനീതിന് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ ഇവരുടെ സ്നേഹം കാണുമ്പോൾ. അപ്പോൾ വിനീതും കൂടി അമ്മനെ ചേർത്ത് പിടിച്ചൊരു ഉമ്മ കൊടുക്കുകയാണ്. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മൊക്കെ കൊടുത്ത് അങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ 3 പേരും. അതിന് ശേഷം ഇവർ സുജാതയുടെ കാലൊക്കെ തൊഴുത് തിരികെ വീട്ടിലേക്ക് തന്നെ മടങ്ങി പോവുകയാണ്. പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം ഇവർ തോട്ടത്തിൻ്റെ കാര്യങ്ങളാണ് കേട്ടോ കാവേരിയും ഗംഗയും കൂടെ സംസാരിക്കുന്നത്. അപ്പോൾ ആ തോട്ടത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ അന്ന് ഇറങ്ങി പുറപ്പെട്ടു, പക്ഷേ പിന്നീട് നമ്മളത് പാതി വഴിയിൽ വെച്ച് ഉപേക്ഷിച്ചല്ലോ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ കാവേരി പറയണം, അതങ്ങനെ ഉപേക്ഷിക്കാനൊന്നും പറ്റില്ല ചേച്ചി, അച്ഛൻ അധ്വാനിച്ച പൈസ അല്ലേ, അതങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും പറ്റൂല. അമ്മയും രാധമ്മയൊക്കെ പറയുന്നത് അയാളോട് ദൈവം ചോദിച്ചോളുന്ന, പക്ഷേ എനിക്കങ്ങനെ പറ്റൂലല്ലോ, ഞാനങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയും. നീ എന്ത് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് ചോദിക്കും കേട്ടോ. നിന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ആഹാ, ഗംഗ ചേച്ചിയും ഇങ്ങനെ തന്നെയാണോ തീരുമാനിക്കുന്നത് എന്ന് ചോദിക്കും കേട്ടോ.
അതിൻ്റെ ഇടയിൽ സുജാതമ്മായിയുടെ കാര്യം പറഞ്ഞിട്ട് കേട്ടോ. സുജാതമ്മായി എന്തായാലും നമ്മളോട് ഒരുപാട് ദ്രോഹമൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇപ്പോൾ അവരുടെ സ്വഭാവമൊക്കെ മാറിയല്ലോ. ഇനിയിപ്പോൾ എന്തായാലും അങ്ങോട്ട് സുജാതമ്മാരുടെ കാര്യം ആലോചിക്കുമ്പോൾ സങ്കടം വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് മാറി താമസിക്കേണ്ടി വരുമോ എന്ന് ഗംഗ ചോദിക്കുമ്പോൾ അയ്യോ അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യല്ലേ, ഇപ്പം തൽക്കാലം വിനീതേട്ടൻ ഇവിടെ ആവശ്യമാണെന്നൊക്കെ പറയും. അങ്ങനെ കാണിക്കുന്നത് പ്രേമമാണ് കേട്ടോ. പ്രമോലാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടിയിട്ട് ഭൂമി പൂജര ചടങ്ങിനായിട്ട് വരികയാണ് കേട്ടോ. എന്നിട്ട് കാവേരി ദൂരെ നിന്നിട്ട് ജയബാല എന്ന് ഉറക്കനെ വിളിക്കുകയാണ്. അപ്പോൾ രാജേശ്വരിയൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കേൾക്കലെ തന്നെ കാവേരി ഇങ്ങനെ വഴക്കൊക്കെ പറയുന്നുണ്ട്. ജയബാല എൻ്റെ അച്ഛനെ പറ്റിച്ചുണ്ടാക്കിയ കാശല്ലേ, എൻ്റെ അച്ഛൻ്റെ മുതലിൽ നിന്ന് ഒരു നേരത്തെ ഒരു ഭക്ഷണം ഒരു പിടി ചോറെങ്കിലും ഞങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ അത് ശരിയാവില്ലല്ലോ ജയബാല, നീ എന്തൊക്കെയാണ് പറയുന്നതെന്നൊക്കെ ജയബാലൻ വിളിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് കാവേരിയാണെന്നുണ്ടെങ്കിൽ നാണം കെടുത്തുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. എൻ്റെ അച്ഛൻ്റെ കാശ് എടുത്ത് സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റി ഭൂമി വാങ്ങിച്ചിട്ട് നാണം കെട്ട പരിപാടി ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. രാജേശ്വരിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. രാജേശ്വരി ജയബാലനെ വിളിച്ചിട്ട് ജയബാല എന്താണ് ഈ കേൾക്കുന്നതൊക്കെ, ഇതൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇവള് പറയുന്നതൊക്കെ മൊത്തം കള്ളാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇത്രയാണ് പ്രമോല് കാണിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.